സാലമണ് ഇനി ഇത് കറി വെക്കാനും വറുക്കാനും ഒക്കെ ആയിട്ട് തിരുമ്മി വെക്കാനാണ്. ഇത് ഫ്രോസനായതാണ്, ഫ്രീസറിൽ വെച്ചതാണ്. ഇത് ഞാൻ ഇനി മുറിക്കാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ തോല് പൊളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്. ശകലം കൂടെ തണുപ്പ് മാറണം. ഇവിടെ കൂടെ ഇങ്ങനെ നമുക്ക് വിട്ട് കഴിഞ്ഞാൽ തണുപ്പോട് കൂടി വേണം ഇതിൻ്റെ തോല് പൊളിക്കാൻ. അത് കാരണം തണുപ്പ് മാറുന്നതിന് മുമ്പായിട്ട് തോല് പൊളിക്കാനാണ് ഞാൻ ഒരുങ്ങുന്നത്. ശകലം കൂടെ കഴിയണം. സാലമീനിൻ്റെ തോല് പൊളിക്കാൻ ഞാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ ചെതുമ്പല് വേണ്ടുന്നവർക്ക് ചെതുമ്പല് കളയാം. തണുപ്പുള്ളത് കൊണ്ട് ഇച്ചിരി ടിഷ്യൂ പേപ്പർ കൂട്ടി അങ്ങ് പിടിക്കും. രണ്ടാമത്തെ മീനാണ് ഇത്. ഞങ്ങൾ തിരുമ്മി വെക്കാനും കറി വെക്കാനും ഒക്കെ കൂടി ആയിട്ടാണ് ഫ്രീസറിൽ തിരുമ്മി വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് വറക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പണി എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ആക്കി വെക്കുന്നത്. തോല് പൊളിച്ചപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും കുറച്ചായിട്ട് മാറിപ്പോയി. അത് കിട്ടാതെ വന്നത്. അതിങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പയ്യെ ഞാൻ പൊളിച്ചെടുത്തേച്ച് ഇത് കറി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ സാധനം ഞങ്ങൾ കറി വെക്കാനായിട്ട് അതിന്റെ കൂട്ടത്തിൽ കറി വെക്കാൻ മുറിച്ചിരുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് യൂസ് ചെയ്തു. ഞാൻ നാടൻ കൊടമ്പുളിയൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ നല്ല രസമായിട്ട് കൂട്ടാം. ഇത് ചെതുമ്പിൽ കളയുമ്പോൾ നമ്മൾ ഇത് പുറത്തൊന്നും അല്ലല്ലോ, നമ്മളിപ്പോൾ അകത്തല്ലേ ഇത് ശരിയാക്കുന്നത് സിങ്കൊക്കെ. അന്നേരം ഇതിന് ചുറ്റും ചെതുമ്പലും അതും ഇതും എല്ലാം ആകും. ചെതുമ്പെങ്കിലും ഇങ്ങനെ തെറിക്കും. അതുകൊണ്ടാണ് ചെതുമ്പിൽ കളയാത്തത്. ചെതുമ്പിൽ കളഞ്ഞ് സ്കിന്നിന് ഇഷ്ടമുള്ളവർക്ക് ചെതുമ്പിൽ കളഞ്ഞ് തിന്നുന്നത് നല്ലതാണ്. തോല് പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ വാഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് തോല് പൊളിച്ച് ഒന്നുകൂടെ വാഷ് ചെയ്ത് പിന്നെ ഇത് കറി വെക്കാൻ വേണ്ടി ഇത് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ മുറിച്ച് സൈഡും പിടുത്തമൊക്കെ കറി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഈ സൈഡിലോട്ട് മാറ്റി ഇനി ഇത് വറക്കാൻ നടുവൊക്കെ വറക്കാൻ വേണ്ടി എടുക്കും. ഇത് ഞാൻ കറി വെക്കാൻ മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിപ്പം 2 കറി വെക്കാനായിട്ട് ഞാൻ 2 കൂടുതലായിട്ട് ഇട്ട് വെക്കാൻ പോവാം. കപ്പയൊക്കെ വേവിക്കുമ്പം കറി ഇഷ്ടമാക്കും. വറക്കാൻ തിരുമ്മുക കേട്ടോ. ആദ്യം ഉപ്പിടുവാണ്. കരിയാപ്പില അരിഞ്ഞിട്ട് അതിന് തിരുമാൻ വേണ്ടി ഇടുക കേട്ടോ. ഈ കരിയാപ്പില ഞാൻ അരിഞ്ഞതാണ് കഷ്ണത്തെ പിടിക്കാൻ വേണ്ടി. പിന്നെ ഇച്ചിരി മുളക് പൊടി ഇടുവാണ്, ഒരു നിറം വരണേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നല്ല കുരുമുളക് പൊടിയാണ്. പിന്നെ ശകലം ഗാർലിക്കിന്റെ പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി ഇടുവാണ്. ഒരു നാരങ്ങയുടെ നീരിങ്ങനെ പിഴിഞ്ഞൊഴിക്കും. ഇതിനകത്ത് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചാണ് ഞാൻ തിരുമ്മി വെക്കുന്നത്. ഇത് എയർ ഫ്രൈയിലാണ് ഞങ്ങൾ വെക്കുന്നത്. പിന്നെ മീൻ വറക്കാം, പാനിനകത്തിട്ട് വറക്കാം. ഞങ്ങൾ പിന്നെ എണ്ണ ഒഴിക്കില്ല, എയർ ഫ്രൈയിൽ വറക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ തിരുമ്മി വെക്കും, എന്നിട്ട് കൂടിനകത്തിട്ട് വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വറക്കും. ഇത് ഫ്രീസറിനകത്ത് വെക്കാനാണോ? അല്ല, അത് നമുക്ക് വറക്കാൻ ഫ്രീസറിനകത്തേക്ക് വെക്കാൻ ഇതിനകത്ത് പിന്നെ വറക്കാൻ വേണ്ടിയാണ്. We were planning on air frying this fish, but we didn't set up our new air fryer yet, so we're just frying it in some oil, and we're doing it outside in our little patio stove. It's a little gas range. We actually love using our air fryer to make fish just because it just feels so much healthier and we save that much oil. But I must say I do love the sound of just the oil frying the fish. But Ocha, കേൾക്കാൻ നല്ല രസമുണ്ട്. It's not cool? Yeah. It's not cool for me. It's not too cool for you? Alright, so it looks like some of these are done now. Alright, so finish frying all of them. No, laugh. I'm not. You did. Mm-mm.
എണ്ണ ഇച്ചിരി സ്പ്രേ ചെയ്താൽ മതി. ഇതിനെ വറുക്കാൻ പോകുമ്പോൾ ഒത്തിരി എണ്ണ ചിലവുണ്ട്. ഇത് ഹെൽത്തി ആയിട്ട് എയർ ഫ്രൈയിലോട്ട് ഈ മീൻ ഇങ്ങനെ പെറുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും. എണ്ണ ഒത്തിരി ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ എയർ ഫ്രൈയിൽ ഇത് വെക്കുന്നത്. അപ്പം പിള്ളേർക്കൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. 10 മിനിറ്റ് ആകുമ്പം ഇതെടുത്ത് മറിച്ചിടും. മറിച്ചിട്ടേച്ച് ആദ്യം തിരിച്ചു വെക്കും. ഇതാ എയർ ഫ്രയർ ഇതിനകത്ത് കൊണ്ട് വെക്കാൻ പോവാ. Press the button. Okay, close it up. Good. 5 മിനിറ്റായി. ഇനി ഇതൊന്നും കൂടെ മറിച്ചിടും. മറിച്ചിട്ട് കഴിഞ്ഞ് 10 മിനിറ്റും കൂടെ വെക്കും. അന്നേരം നല്ല സ്ക്രിപ്പിയായിട്ട് നല്ലോണം മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഓൾറെഡി വെന്തു. സാധനത്തിന് ഇച്ചിരി മുരിയാൻ വേണ്ടിയാണ് 10 മിനിറ്റ് കൂടെ വെക്കുന്നത്. മറിച്ചിട്ട് കഴിഞ്ഞ് Yeah, you can. As far as you cook. ചോറിൻ്റെ കൂടി എടുത്തിട്ട്